ഈ കുഞ്ഞു മക്കളൊക്കെ ഈ പിന്നെ മയക്കുമരുന്നും പിന്നെ ഏതാണ്ട് എന്തൊക്കെയോ കഴിച്ചേച്ച് റോഡിലൊക്കെ കിടന്ന് പേക്കൂത്തൊക്കെ കാണിക്കുന്നു. അവരെയും പിടിച്ചുകൊണ്ട് പോലീസുകാർ വന്നു. പോലീസുകാർക്ക് അടിക്കാനും തല്ലാനും ചെല്ലുന്നു. തല്ലുന്നു, അടിക്കാനും തല്ലാനും അല്ല, തല്ലുന്നു. സത്യത്തിൽ ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് തോന്നിപ്പോവുകയാണ്. ആ പോലീസുകാർ ചെറുപ്പക്കാരായവരുണ്ട്, പ്രായമുള്ളവരുണ്ട്. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് സത്യത്തിൽ ഞാനൊരു നമസ്കാരം പറയാൻ ഉദ്ദേശിക്കുന്നത്. അവരെത്ര ക്ഷമയോടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സത്യത്തിൽ കുത്തിക്കൊല്ലണം, ഇവനെയൊക്കെ കുത്തിക്കൊല്ലണം, അല്ലെങ്കിൽ വെട്ടിക്കൊല്ലണമെന്നാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എന്തുമാത്രം ട്രെയിനിങ് ഒക്കെ എടുത്ത ആൾക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്. അവരെത്ര ക്ഷമയോടെയാണ് ഈ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടും ഒരാളിനെങ്കിലും ഒരു മയക്കുമരുന്ന് പിടിച്ച പ്രതിയെ പിടിച്ച് കൊണ്ടുപോയി ശിക്ഷിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ശിക്ഷിച്ചാൽ പോരാ, തൂക്കിക്കൊല്ലണം ഇവനെയൊക്കെ. എന്തിനാണ് ഇവനെയൊക്കെ വെച്ചിരിക്കുന്നത്? നാട്ടിനും വീട്ടിനും വീട്ടുകാർക്കും കൊള്ളാത്ത ഒരുത്തൻ സ്വന്തം അനിയനെ കൊന്നു, ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, ചത്തില്ല, കാമുകിയെ കൊന്നു. അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് കൊന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ 3-4 പേരെയൊക്കെ കൊന്ന ഒരു പയ്യനെ കൊണ്ടുവന്ന് സുഖചികിത്സ നടത്തുകയാണ് ജയിലിൽ. സാധാരണക്കാരുടെ എല്ലാവരുടെയും പൈസയാണ് ഇവർക്ക് ജയിലിൽ സുഖചികിത്സ നടത്തുന്നത്. അല്ലാതെ ജയിലിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല, മറ്റേ ഒരു നേതാക്കന്മാരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നല്ല. ഇവിടുത്തെ എല്ലാ സാധാരണക്കാരും കൊടുക്കുന്ന സാമ്പത്തികം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ടാക്സ് ഇനത്തിലൊക്കെ ചെല്ലുന്ന സാമ്പത്തികത്തിൻ്റെ ഒരംശമാണ് ഈ ജയിലിലൊക്കെ ചിലവാക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല സുഖമായി ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ എന്ത് തോന്നിയ ദിവസം പുറത്ത് കാണിച്ചിട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു ചെന്താമര 2-3 പിഞ്ച് കുഞ്ഞുങ്ങളെ അനാഥമാക്കിയിട്ടാണ് അവൻ കൊന്നിട്ട് എന്തും വെച്ച് വർക്കിൻ്റെ ബിരിയാണി വേണമെന്ന്. ആ ബിരിയാണിക്കകത്ത് ഇച്ചിരി വിഷം മേടിച്ച് കലക്കി കൊടുക്കാമായിരുന്നല്ലോ, എന്നാലെങ്കിലും മതിയായിരുന്നല്ലോ. നമുക്കിതൊക്കെ കണ്ടിട്ട് നമുക്ക് പരിക്കാതിരുന്ന വാർത്ത, ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടും കേട്ടും അടുത്തിട്ട് സത്യം പറയല്ല, ഞങ്ങളിപ്പോൾ TV കട്ട് ചെയ്തിരിക്കുകയാണ്. കാണണ്ട ഇങ്ങനെയുള്ള ഒരു വാർത്തയൊന്നും. എന്തിനാ വെറുതെ പ്രഷർ കയറ്റുന്നതെന്ന് കരുതിയിട്ട്. പോരാത്തതിന് കുറുവാസം ഇറങ്ങിയെന്നുള്ള ന്യൂസ്. ഇനി അതൊക്കെ എപ്പോഴാണ് കയറി പരിക്കാത്തവന്ന് വെട്ടിക്കൊല്ലുന്നതെന്ന് അറിയാൻ മേല. അല്ല, പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കാരും തെറിയൊന്നും വിളിക്കരുത്, മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ.